ഭരിക്കുന്ന പാർട്ടിക്ക് എന്ത് നടക്കും, അല്ലാത്തവർക്ക് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായി, കുറെ മണ്ടന്മാരുണ്ട് വോട്ട് ചെയ്യാൻ. വേടന് വേറൊരു റൂളും നമ്മുടെ MLA മോന് വേറൊരു റൂളും എന്നുള്ള രീതിയിൽ വരാൻ പാടില്ല. എന്തും ചൂണ്ടിക്കാണിക്കണവരെ അടിച്ചമർത്തുന്ന ഒരു കാലമാണ് ഇപ്പൊ കേരളത്തിലൂടെ നടക്കുന്നത്. ഇപ്പൊ പാട്ടിലൂടെയാണ് വേടൻ എല്ലാത്തിനും പ്രതികരിക്കണം. അപ്പൊ കേട്ടിരിക്കണ കുറെ പേർക്ക് ഇതിനോട് ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും. ഇത്രയും ചെറിയ അളവിൽ കിട്ടിയിട്ട് ഇത്രയും പബ്ലിക് ഇഷ്യൂ ആക്കിയിട്ട് ബാക്കിയുള്ളവരെ വെറുതെ ഇട്ടിട്ട് വേടനെ മാത്രം ടാർഗറ്റ് ചെയ്ത രീതിയിൽ. ലഹരി എന്ന് പറയുന്ന സംഭവം കഞ്ചാവ് മാത്രമല്ല, മദ്യമാണ്. മദ്യം നിരോധിക്കുകയാണെങ്കിൽ കേരള സർക്കാർ മൊത്തത്തിൽ മുടിഞ്ഞു പോകും. ലഹരിയുടെ കാര്യത്തിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുക അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ലാലേട്ടനെ സുരേഷ് ഗോപിനെയൊക്കെ പണ്ടേ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. വേടനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താ? നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. വേടനിലൂടെ ഒരുപാട് പേർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കലി പാട്ടുകളിലുള്ള വരികളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ എന്തും ചൂണ്ടിക്കാണിക്കണവരെ അടിച്ചമർത്തുന്ന ഒരു കാലമാണ് ഇപ്പൊ കേരളത്തിലൂടെ നടക്കണത്. ഒരു അനീതി ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അനീതി നടക്കണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അറസ്റ്റിനോട് ഈ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കണില്ല. ഈ ഒരു ലഹരിയൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടാണ് വേടൻ. അപ്പൊ അതാള് സമ്മതിച്ചിട്ടുണ്ടല്ലോ, ആള് യൂസ് ചെയ്യണതാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നും യൂസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാമല്ലേ കിട്ടിയത്, അത് ഇത്ര വലിയ വിഷയമാണ്. വേടന്റെ തിരിച്ചറിവ് നോക്കിയിരിക്കുകയാണ്. ഓ ഓഫ് കോഴ്സ്. അപ്പൊ ഈ വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനോട് എങ്ങനെയാണ്? അത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. നിയമവിരുദ്ധമാണ്. പക്ഷെ പല നാടുകളിലെ നിയമമാണല്ലോ. റിപ്പലായിട്ടുള്ള ആൾക്കാർക്കെതിരെ എന്തായാലും ഇപ്പൊ അവർ ചെയ്യണതനുസരിച്ച് ഇപ്പൊ പാട്ടിലൂടെയാണ് വേടൻ എല്ലാത്തിനും പ്രതികരിക്കണം. അപ്പൊ കേട്ടിരിക്കണ കുറെ പേർക്ക് ഇതിനോട് ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും. അവര് പ്രതികരിക്കണ്ട. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ കാരണം അല്ലേ? അല്ലാതെ നിങ്ങക്ക് തോന്നണ്ട. ഇപ്പൊ പുലിപ്പല്ലി സുരേഷ് ഗോപിയുടെ അടുത്ത് കിടപ്പില്ലേ, മോഹൻലാല് ആനക്കൊമ്പിന്റെ കേസില്ലേ, സൽമാന്റെ മാന്റെ കേസില്ലേ. ഇതില് വലിയ ഇതൊന്നുമില്ലല്ലോ. അയാൾ കഴുത്തിലിട്ടല്ലേ ഉള്ളൂ. അയാൾ പറയണല്ലോ അയാൾക്ക് അറിയാൻ പാടില്ല. 5 ഗ്രാം കഞ്ചാവോണ്ടല്ലേ പിടിച്ചത്. ഞാൻ ഒന്നും പറയണല്ല, അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ കേട്ടൊരു യുക്തിയില്ലാന്ന് പറഞ്ഞോളൂ. മെയിൻലി ഇപ്പോൾ എത്രയോ പേര് എത്രയോ ഇത് കുറ്റകൃത്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേടൻ്റെ റൂമിൽ നിന്ന് 5 ഗ്രാം കിട്ടിയെന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയ അളവിൽ കിട്ടിയിട്ട് ഇത്രയും പബ്ലിക് ഇഷ്യൂ ആക്കിയിട്ട് ബാക്കിയുള്ളവരെ വെറുതെ ഇട്ടിട്ട് വേടനെ മാത്രം ടാർഗറ്റ് ചെയ്ത രീതിയിൽ അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. അതായത് ഈ വേടൻ തന്റെ നിലപാട് ഈ പാട്ടുകളിലൂടെ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് വന്നതെന്ന് തോന്നുന്നുണ്ടോ? മെയിൻലി വേടൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എതിരായിട്ട് ഈ പാട്ടുകളോട്ട് ഇതാക്കുന്നുണ്ടെന്ന് മെയിലൊരു ഒപ്പീനിയൻ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പൊളിറ്റീഷ്യൻസ് ടാർഗറ്റ് ചെയ്ത് ഇതാക്കുന്നതായിരിക്കാം. പുള്ളി നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ പുള്ളി കഞ്ചാവായിരിക്കും. അല്ലാതുള്ളതിനുള്ള ഇവിടെ ഇതെന്തോ അവിടെ നടക്കുന്നത് എല്ലാം ശരിയായിട്ടാണ് നടക്കുന്നത്. അല്ലല്ലോ, ഒരു MLA മോനെ പിടിച്ച ഇടയ്ക്ക് കേസ് വന്നായിരുന്നില്ല. അന്നേരം MLA മോൻ്റെ ഇരുന്ന് MDMA അല്ലെന്നൊക്കെ അല്ലേ പറഞ്ഞു. അതാ പറഞ്ഞ ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് എന്ത് നടക്കും, അല്ലാത്തവർക്ക് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായി, കുറെ മണ്ടന്മാരുണ്ട് വോട്ട് ചെയ്യാൻ. പുള്ളിക്കാരൻ കാണിച്ചത് അത്ര ശരിയാണെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, തെറ്റ് തന്നെ പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. പക്ഷേ നിയമങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ പറഞ്ഞു. ഇപ്പം വേടന് വേറൊരു റൂളും നമ്മുടെ MLA മോന് വേറൊരു റൂളും എന്നുള്ള രീതിയിൽ വരാൻ പാടില്ല. അതിപ്പം ഈ റോഡ് സൈഡിലെ പുലിപ്പല്ലാന്ന് പറഞ്ഞ് വിൽക്കുന്നവന്മാരെ പിടിച്ചോണ്ടമാർക്ക് പറ്റത്തില്ലയോ? ആണോ ഇല്ലേ? എല്ലാരും പുലിപ്പല്ലാന്ന് പറയുമ്പോൾ വാങ്ങിക്കാൻ പോകുന്നത് ആണോ? അപ്പൊ പിന്നെ പുലിപ്പല്ലാണ്, കോപ്പാണ്, ആനക്കൊമ്പാണ്. അത് തന്നെ, അതൊന്നും ഇവിടെ ആർക്കും കുഴപ്പമില്ല. വേറെ ഹൈപ്പ് നിൽക്കുന്നോണ്ട് പുള്ളി എങ്ങനെ അടിച്ച് താക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവരാന്നുള്ളത്. അതെ, നിലപാടിനെ ഭയന്നിട്ടുള്ളൊരു പ്രശ്നമാണ്. അതെ അതെ, അത് പുള്ളിക്കാരൻ ചെയ്തത് ശരിയാന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, ചെയ്തത് തെറ്റാണ്. പുള്ളി പിടിച്ചിട്ടുള്ളൂ. അതിന് ഓരോ കറക്റ്റ് നിയമത്തിലാണോ പുള്ളി അറസ്റ്റ് ചെയ്തത്? നിയമങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കണം, അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ. നമ്മുടെ കേരളത്തിലെ ഒരു നിയമം വെച്ച് അത് ഉറപ്പായിട്ടും യോജിക്കാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ പിടിച്ച് കയറി കയറ്റും. അപ്പോൾ പിന്നെ അല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊരു പുള്ളി ചെയ്ത ക്രൈമാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളി നല്ലൊരു കലാകാരനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ആ ഒരു രീതിയിൽ പോകുമ്പം പുള്ളിക്കാരന് നമ്മളൊരു ഫാൻസൊക്കെ ആണല്ലോ. അപ്പോൾ പുള്ളിയെ ഒരു മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പം കേരള സർക്കാരിൻ്റെ 4ാമത്തെ വർഷത്തിന് പുള്ളി വരുന്നുണ്ടായിരുന്നു. അതുവരെ ക്യാൻസൽ ചെയ്ത് അത് ക്യാൻസൽ ചെയ്തു. അത് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തു. അപ്പം വലിയൊരു ക്രൈമായിട്ടൊന്നും കാണാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ലഹരി എന്ന് പറയുന്ന സംഭവം കഞ്ചാവ് മാത്രമല്ല, മദ്യമാണ്. മദ്യം നിരോധിക്കുകയാണെങ്കിൽ കേരള സർക്കാർ മൊത്തത്തിൽ മുടിഞ്ഞു പോകും. അതുകൊണ്ട് അവർ മാക്സിമം ഇതിനെ ഇല്ലീഗലാക്കുക. മറ്റുള്ള രാജ്യങ്ങളിലും മനുഷ്യരാണ്, അവർ കഴിക്കുന്നതും നമ്മൾ കഴിക്കുന്നതും എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത എന്താണ് നമുക്ക് കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ നിയമം വെച്ച് അത്
നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത്രയും പിടിച്ചകത്തിട്ടിട്ട് ഇപ്പം ജാമ്യമില്ലാത്ത കേസാണെന്ന് പറയുന്നത്. അത് പുലിപ്പല്ലോ മറ്റേ പുലിപ്പല്ലിൻ്റെ ആണെന്ന് പറയുന്നത്. അതിപ്പം പുലിപ്പല്ലിൻ്റെ ഒക്കെ ആണെങ്കിൽ അതങ്ങനെ അങ്ങ് അതിൻ്റെതായി തീരുമാനം നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം അറസ്റ്റ് ചെയ്ത് ഇട്ടതിനെ പറ്റി വേറെ ഓപ്ഷൻ ഇല്ല. പുള്ളി അത് അതായത് ഇപ്പോ വേടന്റെ പാട്ടുകളിലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതിനെ അടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീ പ്ലാൻ ചെയ്തൊരു അറസ്റ്റ് ആയിട്ട് തോന്നുന്നു. അതില്ല, അത് അങ്ങനെ ഒന്നും നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഈ ഖാലിദ് റഹ്മാനെ അറസ്റ്റ് ചെയ്ത് ഖാലിദ് റഹ്മാന്റെ പടത്തിന് ഡേറ്റ് കൊടുക്കാത്ത ആരോ കഥ പറയാൻ വന്നതിന് അവനെ ഒറ്റി കൊടുത്തതെന്നൊക്കെ പറയാം. അതൊക്കെ ചുമ്മാ ഏറി കയറാനുള്ള സംസാരങ്ങളാണ്. ഇതങ്ങനല്ല. വേടൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിനായിട്ടായിരിക്കും, ആരും പറഞ്ഞിട്ടായിരിക്കും. അത്രയും 9 പേരിൽ ഒരാളായി. കാരണം ആ പേര് ഇങ്ങനെ എപ്പോഴും പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു പേരാ വേടൻ്റെ പേരും പൊങ്ങി വന്നത്. പിന്നെ പുള്ളി പറഞ്ഞില്ലേ ഈ ഒരു താഴത്തെ നിലയിൽ നിന്നൊക്കെ വന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജാതി അല്ലെങ്കിൽ നിറം ഇതിൽ നിന്നൊക്കെ നമുക്ക് മറ്റൊരാൾ ഉയർന്നു വരിക സംസാരിക്കുക എന്നൊക്കെ പറയുമ്പം പുള്ളിയുടെ വാക്കുകളൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആകുന്നുണ്ടല്ലോ ഒരുപാട് ആൾക്കാർക്ക്. അപ്പം ഇങ്ങനെ ഒരു ലഹരി മരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരാളെ നമുക്ക് റോൾ മോഡലായിട്ടോ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലേ മറ്റു കുറച്ച് ആൾക്കാർ. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി അവർക്കില്ലാത്ത ഫാൻസ് ഉണ്ടോ? അവർക്കും ഫാൻസ് ഉണ്ട്. അവരുടെ ഒന്നും നമ്മുടെ എന്താ പറയുക പേഴ്സണൽ ലൈഫിലോട്ട് പോകേണ്ട കാര്യമില്ല. അവരെയൊക്കെ കഴിവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്. അവർക്ക് എന്താണോ, അവർക്കിപ്പോൾ മദ്യമായിരിക്കാം അല്ലെങ്കിൽ കഞ്ചാവായിരിക്കാം, ഈ രണ്ടിലും അവരുടെ ലഹരി അവർ കണ്ടെത്തുന്നു. അത് വെച്ചായിരിക്കും അവർ അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ നമുക്ക് ഇതിനകത്ത് വേടൻ ചെയ്ത് തെറ്റാണോ തെറ്റല്ലെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. 50-50 ചാൻസാണ്. ഇതിനകത്ത് നമ്മുടെ നിയമമാണ് ഏറ്റവും വലിയ പ്രശ്നം. പുള്ളി അങ്ങനെയാണല്ലോ, തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലാണല്ലോ എന്തും. അതുകൊണ്ടാണ് ഈ അറസ്റ്റിന് വഴി വെച്ചത് എന്ന് തോന്നുന്നു. അല്ല, പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു നില വെച്ച് പുള്ളി ഭയങ്കര കോൺഫിഡൻസിലുള്ളത്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം മീഡിയാസിലും എല്ലാത്തും കാണുന്നുണ്ട്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഒരു വാളില്ലാണ്ടാണ് പുള്ളി എല്ലാം പറയുന്നത്, തുറന്നടിച്ച് പറയുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു സാധനം അല്ലല്ലോ. പക്ഷെ പുള്ളിയുടെ പാട്ടും അല്ല പുള്ളിയുടെ റാപ്പും മറ്റേ സോങ്ങുകളും കേൾക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്തവരിപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട്. അതും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവരെയും പോലെ വിധി വരട്ടെ. അതെ, വിധി വരട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇല്ല, കഞ്ചാവൊക്കെ കൈവശം വെക്കുന്ന കുറ്റം തന്നെയാണ്. ഇപ്പം പിടിച്ചേക്കുന്നത് 6 ഗ്രാം എന്താ പറയുന്നത്, 6 ഗ്രാം കഞ്ചാവ് എന്ന് പറഞ്ഞ അപ്പം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് സ്മോൾ ക്വാണ്ടിറ്റിക്ക് താഴെയാ. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലിരിക്കുന്നത്, അത് 20 kg പ്ലസ് പോകണം. ന്യായീകരിക്കത്തില്ല, പക്ഷേ അതിലും വലിയ സാധനങ്ങളൊക്കെ കൊണ്ട് കൈവശം നടക്കുന്നവരും വിൽക്കുന്നവരൊക്കെ ഉണ്ട്. പലരും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? മേ ബി എല്ലാം കൂടെ ഒന്നിച്ച് വന്നില്ലേ, പുലിപ്പല്ലാന്ന് പറഞ്ഞ് വന്നു. പിന്നെ ആയുധങ്ങൾ പറഞ്ഞ് ചിലപ്പം അവര് ചിലപ്പോ വേടന്റെ അതായത് എന്താ കുറെ കാര്യങ്ങളെ പറ്റി പുള്ളി പാട്ടിലൂടെ ആണെങ്കിലും പറയുന്നുണ്ടല്ലോ. പുലിപ്പല്ലിന്റെ കേസ് അവനൊരാൾ ഗിഫ്റ്റ് കൊടുത്തതല്ലേ, അതിന് അവനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യത്തിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുക അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ലാലേട്ടനെ സുരേഷ് ഗോപിനെയൊക്കെ പണ്ടേ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഒരാൾക്കൊരു നിയമം, ഒരു പാവപ്പെട്ടനൊരു നിയമം, പൈസ ഉള്ളവർ വേറെ നിയമം, അങ്ങനെ ചെയ്യാൻ പാടില്ല. വേടം സത്യങ്ങൾ വിളിച്ചു പറയുന്നോണ്ടായിരിക്കും ചിലപ്പോൾ വേടനം കുടിക്കിയതായിരിക്കും. ഞങ്ങളെല്ലാവരും കട്ട സപ്പോർട്ടാണ് വേടന് വേണ്ടി. ഇപ്പോൾ അയാൾ ഫേമസ് ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ്, അയാളുടെ ഡീപ്പ് പോയിൻ്റാണ്. അപ്പോൾ ആ ഹൈലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല, അതിനെ കോട്ട് ചെയ്യുന്നില്ല? അത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വാർത്ത അപ്രത്യക്ഷമായിപ്പോയി. അല്ല, പ്രീ പ്ലാൻ ആയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അദ്ദേഹവും അല്ലെങ്കിൽ കൂട്ടുകാരും താമസിക്കുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു നമ്മൾ സെർച്ചിങ് ഉണ്ടാകുക എന്ന് പറയുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ ഞാനിപ്പോൾ ആ പോയിൻ്റാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവം, അതല്ലെങ്കിൽ ഒരു 2 ദിവസത്തിന് മുമ്പ് ഉണ്ടായൊരു കേസ്, ഒരാളെ ഇറങ്ങി ഓടിയോ ആ ഒരു വാർത്ത ഒരു 2-3 മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മാധ്യമങ്ങളിൽ നിന്നൊക്കെ അത് ഔട്ടായിപ്പോയി. ഇല്ലേ? തീർച്ചയായിട്ടും നമ്മളിത് ശ്രദ്ധിക്കുന്നതല്ലേ. നമ്മളിപ്പോൾ ഈ ഫോൺ തുറക്കുമ്പോൾ ഓൺലൈനിൽ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താ കാണുന്നത്, ആ വാർത്തയുണ്ടോ അതോ ഈ വാർത്തയാണുള്ളത്? രണ്ടും ഒരു കാര്യം തന്നെയല്ലേ. വേടന് മറ്റൊരു പേരാണ്, പക്ഷേ വേടൻ എന്ന് പറയുമ്പം അതിനെ ഒരു ജാതീയത പോലെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അതിനകത്താണ് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പലരുടെയും കമൻറ്റുകളും മോശമായ കമൻറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്
പ്രധാനമായ ഒരു കാര്യം. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് ഞങ്ങൾ എന്തായാലും എതിരാണ്. അപ്പൊ ലഹരിയുടെ കേസിലല്ല വേടനായാലും ആരായാലും ഞങ്ങളെല്ലാവരും എതിരാണ്, ആരായാലും. കുറ്റാരോപിതൻ എന്നേ പറയാൻ പറ്റും. ആരോഗ്യത്തിനകത്ത് ആരെയും ആരോപിക്കാം. ആരോപിക്കാൻ. കോടതി തീരുമാനിക്കുമ്പം അയാള് കുറ്റക്കാരനാവുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു അറസ്റ്റിനെ എങ്ങനെയാ കാണുന്നത്? അറസ്റ്റ് ഇപ്പൊ എന്നെയും അറസ്റ്റ് ചെയ്യാലോ, ഉണ്ടെന്ന് വെച്ചിട്ട് കോടതി തീരുമാനിക്കട്ടെ. തെറ്റുകാരനെ തന്നെയാണ്. പോപ്പുലറായിട്ടുള്ള ആളെ പിടിച്ചാലേ നമുക്ക് അത് വാർത്തയാവുള്ളൂ. നാളെ ഞാനൊരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 5 ഉണ്ടെങ്കിൽ അത് വലിയൊരു വാർത്തയാവും. അതിപ്പോൾ നാളെ നിങ്ങളായാലും അങ്ങനെ തന്നെയാണ്. അതാണ് അത് വേടൻ്റെ മാത്രമല്ല എല്ലാവരും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പല തട്ടുകളിലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. മനസ്സിലായോ? നിയമം പലർക്കും പലതരത്തിലാണ്. അടിത്തട്ടിലുള്ളവർക്ക് നിയമമില്ല, അവർക്ക് കരിനിയമങ്ങളാണ്. ആക്ച്വലി നിയമങ്ങൾ ബാധകമല്ലാത്തൊരു ഗ്രൂപ്പ് അപ്പർ ക്ലാസ്സാണ്. അവർക്ക് യാതൊരു നിയമവും ബാധകമല്ല, അല്ലേ? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് അന്യായങ്ങൾ മാത്രം നടപ്പാക്കുന്ന ചില അധികാരികൾ. അന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവരെയും ബാധകമാക്കേണ്ട കാര്യങ്ങൾ ചിലർക്ക് മാത്രം ബാധകമാക്കിക്കൊണ്ട് ഇൻസിസ്റ്റ് ചെയ്യുന്ന ചില റൂൾ. അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അതാണ് ഇവിടുത്തെ ആ ഒരു സെപ്പറേഷൻ. പുള്ളി നല്ല പാട്ടൊക്കെ അവതരിപ്പിക്കുക. തിരുവനന്തപുരത്ത് പുള്ളിയുടെ പരിപാടി ഉണ്ടായിരുന്നു, നല്ല പാട്ടൊക്കെ പാടും. പക്ഷേ പുള്ളിയെ ഇപ്പം പിടിച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് കൈവശം വെച്ചിരുന്നു. പുള്ളി ഇത് കൈവശം വെക്കാൻ പാടില്ല. പാവം മേടനായോണ്ട് എന്തെല്ലാം ഉണ്ട്. പാവം മേടനായോണ്ട് പുലിതാൻ കണ്ടപ്പോൾ അയാളെ പിടിക്കാൻ ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് പിടിച്ചു. ഇത് അത്യാവശ്യം എന്തോന്നൊക്കെ നമുക്ക് പിന്നീട് എല്ലാം കണ്ടു കേട്ടറിയാം.